സത്യം ഞാൻ ഒരു ഉമ്മച്ചങ്ങൾ തുടങ്ങട്ടെ. ഇതാരത്? അപ്പ അമ്മ നിങ്ങളെന്താ ഇവിടെ? നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ അറിയും. എന്നാലും സാമാന്യ മര്യാദക്ക് നിനക്ക് ഞങ്ങളോടൊന്ന് പറയാമായിരുന്നു. നിങ്ങളൊന്ന് നിർത്തിക്കേ. അവന് കുറച്ച് സമയം കൊടുക്ക. തോമസ് പറഞ്ഞിട്ടാലും നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അവൻ നേരിട്ട് പറയാനിരിക്കുവായിരുന്നു. മോളെന്തിയടാ? മോളെ മോളെ നീയാണ് അപ്പന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത്? അതേളിയാ, ഞാനാ പറഞ്ഞേ. എടാ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമ്പോ കാരണവന്മാരൊരു പ്രസൻസ് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാ. അവനവിടെ ചെന്നുകൊണ്ട് നിങ്ങളുടെ മമ്മിയെ എന്തായാലും വിശ്വസിക്കും. എടാ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടു അറിഞ്ഞും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു അളിയനാണ് നിനക്കുള്ളത്. ഓർത്ത് അഭിമാനിക്കണം. എടാ മലരമ്പൻ തഴിക്കവനെ, നിന്നെ ഞാൻ കുനിച്ചിരിച്ച് അഭിമാനിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാങ്ങിട്. മോന്റെ മമ്മ ഇങ്ങ എത്തിയല്ലോ. സന്തോഷായി. അവൾക്ക് തൊടുത്തല്ലോ. മോളെങ്കിൽ ഞങ്ങളോട് വിവരം വിളിച്ച് പറയണ്ടേ? അറിഞ്ഞപ്പോ തന്നെ ഞങ്ങളേക്ക് പോകുന്നു. നിക്കണ്ടായിരുന്നു. ഇരുന്നോ, ഇരി. സൂക്ഷിച്ച്. അവിടെ ആവുമ്പോ ടിൻസി ഞാനും ഒക്കെ ഉണ്ടല്ലോ. മോളെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഞാൻ വേണം മോടെ പപ്പയോട് സംസാരിക്കാം. മിസ്റ്റർ സാമുവലിനോട് പപ്പയ്ക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാൻ പാടില്ലായിരുന്നോ? വിളിച്ചു പറയാതെ വരാൻ അധികാരം ഉള്ളവരാണ് ഞങ്ങള്. ഒരു കുടുംബം വെച്ചാൽ എന്താന്ന് എന്റെ വിചാരം? അല്ല അല്ല, ഇട്ടു പോയിട്ട് എന്നെ കൊണ്ട് പറയിക്കണ്ട. എന്റെ പപ്പ ദേഷ്യപ്പെടണ്ട. ഞാൻ സ്റ്റെഫിയും കൂടി അങ്ങോട്ട് വരാൻ നിൽക്കുമല്ലോ. അല്ലേ സ്റ്റെഫി? ആ പോട്ടെ, ഒരു നല്ല ദിവസമായിക്കൊണ്ട് ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതെ, എനിക്ക് ഡ്രസ്സ് ഒന്ന് പറഞ്ഞ എവിടെ റൂമേ? ഡ്രസ്സ് പറഞ്ഞാൽ പോകുന്നില്ലേ? ആ, അത് ശരി. നിനക്ക് അങ്ങോട്ട് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞങ്ങൾ ഉടനെ പോകുന്നില്ല. 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമുണ്ടോ? അല്ല കുഴപ്പമില്ല. നോക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങളുടെ കൊച്ചാ, പോടാ. പപ്പയെ കണ്ടില്ലല്ലോ. അതെ, ഞാൻ വിളിക്കാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയി പപ്പനെ വിളിച്ചിട്ട് വരാം. മോളിരിക്കെ, അവൻ വരും. നോയിക്കോളേ. ഇവരത് എന്നാ പറ്റി? അപ്പനാൻ പോകുന്ന പോലെ ഇങ്ങനെയുണ്ടോ വരവേശം? ഇങ്ങനെ 2 പേർക്ക് താമസിക്കാണ് ഇത്രയും വെള്ളിക്കാട്ട് വീട് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അവരാണ് കുറെ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടേക്കുന്നു. ഞാൻ പറഞ്ഞൊരു വല്ല തെറ്റുണ്ടോ? ഇയാൾക്ക് ആക്രി കച്ചവടമായിരുന്നോ? ചുമ്മാ ഒരു കങ്കാരു. ഓ, മുടിഞ്ഞ വെയിറ്റാ കേട്ടോ. ആ മോയല. ആ, നീ വാ, ഇനിയോണ്ട് ഞാൻ കാണിച്ചു തരാം. ഇയാളൊക്കെ നല്ല സ്ഥലത്തോട്. എന്നാടാ മിസ്റ്റർ സാമുവലിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇയാൾ ഊണ് കഴിക്കുന്ന പ്ലേറ്റ് വിത്തിയെ തൂക്കിയേക്കുന്നു. ഇയാൾ നിന്നോണ്ടാണോ കഴിക്കുന്നത്? അയാളെ എല്ലാം മനസ്സിലാക്കും. ഈ തെറ്റിയിൽ നിന്നൊക്കെ ഞാൻ പിന്തിരിപ്പിക്കും.